നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെയും മാനിനെയും കൊന്നു. ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത്. കള്ളായിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം. 3 കൃഷിയിടങ്ങളിലായി 600ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പറപ്പൂക്കര പള്ളിയിലെ വിശുദ്ധ ലോനാമുത്തപ്പന്റെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. തിരുനാൾ വ്യാഴാഴ്ച. കല്ലൂർ ആലേങ്ങാട് കിണറ്റിൽ വീണ് 2 കാട്ടുപന്നികൾ ചത്തു. മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് 2 പന്നികൾ വീണത്. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത്. കന്നാറ്റുപാടം സ്കൂളിന് സമീപമാണ് പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി പിടിച്ചു. മുപ്ലി എസ്റ്റേറ്റ് പ്രദേശത്താണ് അടിക്കടി പുലി ഇറങ്ങിയ സംഭവമുണ്ടായത്. വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽപ്പെടുന്ന ഇടമാണിത്. തിങ്കളാഴ്ച കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും പുലിയിറങ്ങിയത്. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെയാണ് രാത്രികാലങ്ങളിൽ പുലി ആക്രമിക്കുന്നത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയുടെ സാന്നിധ്യമുണ്ടാകുന്നത് തോട്ടം തൊഴിലാളികളെയും പ്രദേശവാസികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. പുലിയുടെ ആക്രമണം പതിവായിട്ടും വനം വകുപ്പ് അധികൃതർ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം. ചൊവ്വാഴ്ച രാത്രിയിൽ ആഞ്ഞുവീശിയ കാറ്റിൽ 3 കൃഷിയിടങ്ങളിലായി 600ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. മാന്തോട്ടത്തിൽ ജസ്റ്റിന്റെ 300ലധികം വാഴകളും കൊളമാത്ത് പ്രകാശന്റെ 150ഓളവും മുടിക്കുളത്തിൽ ഭവദാസിന്റെ 150ഓളം വാഴകളുമാണ് നശിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കി നട്ടുവളർത്തിയ വാഴകളാണ് പൂർണ്ണമായും നശിച്ചത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നാമമാത്രമായ നഷ്ടപരിഹാരമാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. കൂടാതെ തങ്ങളുടെ ഏറെ നാളത്തെ അധ്വാനം പാഴായി പോയതിന്റെ ദുഃഖവും അവർ പങ്കുവച്ചു. കൃഷിയിടങ്ങളിൽ കൃഷി ഓഫീസർ സന്ദർശനം നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴയും പ്രദേശത്തുണ്ടായി. ഇതിപ്പം ഒരു 600-650 ജില്ല വാഴയാണ്. ഞങ്ങൾ ഓണത്തിന് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ സ്ഥിരം പണിക്കാരനാണ്. ഇന്നലെ രാത്രിയിൽ ഒരു 9-9:30 സമയത്ത് ഒരു മഴയും കാറ്റും വന്ന ആ സമയത്താണ് ഇത്രയും വാഴ. ഇതിപ്പോൾ ഒരു 350-400 വാഴ ഇപ്പോൾ നശിച്ചിട്ടുണ്ട്. അതും കൊല വന്ന വാഴകളാണ്. ഏറെക്കുറെ എല്ലാം കൊല വന്ന വാഴകളാണ്. ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഓണവാഴ വെക്കുന്നത് എല്ലാ കർഷകരും. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തൈപ്പറമ്പിൽ സുനിയുടെ വീടിന് മുകളിലാണ് വീട്ടുമുറ്റത്ത് നിന്ന പഞ്ഞിമരം വീണത്. ചൊവ്വാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം. സുനിയും ഭാര്യയും 2 കുട്ടികളും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്താണ് അപകടമുണ്ടായത്. വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾ തകർന്ന നിലയിലാണ്. കമ്പികളും ഒടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 9 മണിക്കുണ്ടായ കാറ്റിലും മഴയിലും അയലക്കത്തെ ഒരു മരം വീടിൻ്റെ മേളിൽ കൂടെ വീണ് വീടിന് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചു. ചിമ്മിണി കംപ്ലൈൻറ്റ് വന്നു. പിന്നെ ഷീറ്റിൻ്റെ ഡ്രസ്സൊക്കെ പോയി. ബസ് ഷീറ്റൊക്കെ നാശമായി. വീടിനാകെ മൊത്തത്തിലൊരു ഷേക്കൊക്കെ സംഭവിച്ചു. പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോനാമുത്തപ്പന്റെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ ഫാദർ ജിൻഡോ ചിറമേൽ മുഖ്യ കാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാന നടന്നു. വൈകിട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദർശനങ്ങൾ പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഗജവീരന്മാർ ആചാരം ചെയ്ത് അണിനിരന്നു. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം കൂട്ടിൽ നിന്നിറക്കി. ചടങ്ങിന് മാർ വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ കാർമ്മികനായി. തിരുമുടി എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ഭക്തി നിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി, സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട്, ട്രസ്റ്റിമാരായ യോഹന്നാൻ വടക്കേത്തല, നിജോഷ് അക്കരക്കാരൻ,
അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി, ഫിനാൻസ് കൺവീനർ ജോസ് അന്തിക്കാടൻ, PRO സൈമൺ പുതുപ്പള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 5 മുതൽ 9 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായിരിക്കും. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ സിജു കൊമ്പൻ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം നടക്കും. ഈ മാസം 23 പാട്ടുകുർബാനയും നേർച്ചയൂട്ടും കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ടും നടക്കും. സംരക്ഷിക്കുകയും അവർക്ക് ഫലം ലഭിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ കുറച്ചുപോലും കല്ലൂർ ആലേങ്ങാട് കിണറ്റിൽ വീണ് 2 കാട്ടുപന്നികൾ ചത്തു. ആലേങ്ങാട് സ്വദേശി മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് 2 പന്നികൾ വീണത്. രാവിലെ പറമ്പിൽ വന്ന രാജനാണ് പന്നികൾ കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയും പഞ്ചായത്ത് അധികാരികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാബുവിന്റെ നേതൃത്വത്തിൽ വാച്ചർമാരായ സുനിൽ, ഷാജു, മനോഹരൻ എന്നിവർ നാട്ടുകാരുടെ സഹായത്തോടുകൂടി പന്നികളെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് കുഴിച്ചുമൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വാർഡംഗങ്ങളായ സൈമൺ നമ്പാടൻ, KK സലീഷ് എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. സ്വർണ്ണപ്പണയം കുറഞ്ഞ പലിശ നിരക്കിൽ ലഭ്യമായ ജിന്തക് ഫിനാൻസ് ഇനി മുതൽ വരന്തരപ്പിള്ളിയിലും. വരന്തരപ്പിള്ളിയിൽ മികച്ച സാമ്പത്തിക സേവനങ്ങൾ നൽകുവാൻ ജിന്തക് ഫിനാൻസ് നന്ദിപുലം റോഡിലെ തട്ടാൻതൊടി ബിൽഡിംഗിലാണ് ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ആശീർവാദ കർമ്മം വിമലഹൃദയ പള്ളി സഹവികാരി ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ നിർവഹിച്ചു. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PD ഷൈജു സന്നിഹിതനായിരുന്നു. ജിൻസൺ തെക്കുംപുറമാണ് ജിന്തക് ഫിനാൻസിന് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ ഉടനീളം ബ്രാഞ്ചുകൾ തുറക്കുമെന്ന് ജിന്തക് മാനേജ്മെന്റ് അറിയിച്ചു. ഏകദേശം 10 വർഷമായി ജിന്തക് ഫിനാൻസിൻ്റെ സ്റ്റാർ ബ്രാഞ്ച് കല്ലേറ്റിങ്ങര, കൊടകര, ചാലക്കുടി മേഖലകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വരന്തരപ്പള്ളിയുടെ മലയോര മേഖലകളിലും ഞങ്ങൾ ജനസേവനത്തിനായി ഒരു പുതിയൊരു ശാഖ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗോൾഡ് ലോണ്, മണി ട്രാൻസ്ഫർ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിങ്, മറ്റുള്ള എല്ലാ ജനസേവനത്തിന് ഉതകും വിധമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ജനസേവനത്തിന് ഉതകും വിധം ഉള്ളൊരു സാമ്പത്തിക ഉന്നമനത്തിനുള്ളൊരു ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വരന്തരപ്പള്ളിയിൽ തന്നെ നമ്മുടെ ഹൃദയഭാഗത്ത് ജിന്തക് ഫിനാൻസിന്റെ 2ാമത്തെ ബ്രാഞ്ച് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ പ്രവർത്തനം വിജയകരമാകട്ടെ, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ, മിതമായ പലിശ നിരക്കിൽ എന്നാൽ മൂല്യം കൂടുതലാക്കിയിട്ട് ഞങ്ങൾക്ക് സേവനം ലഭിക്കാറുമാറാകട്ടെ, ഏറ്റവും നല്ല രീതിയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടു. നമുക്കറിയാം, വരന്തരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ്, അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികളുടെ മേഖല കൂടിയാണ് വരന്തരപ്പള്ളി. അപ്പോൾ വരന്തരപ്പള്ളിയിൽ ഫൈനാൻസ് കമ്പനികൾ ഒരുപാടുണ്ട്. ഫൈനാൻസ് കമ്പനികൾ പൊതുവെ കൂടുതൽ വരുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായ രീതിയിലാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഓരോരുത്തരും മത്സരബുദ്ധിയോടുകൂടി കാണുമ്പോൾ ജനങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഫൈനാൻസിങ് നടത്താനായിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ വരന്തരപ്പള്ളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വരന്തരപ്പള്ളിയിലല്ലാത്ത വ്യക്തികൾ വരന്തരപ്പള്ളിയിൽ വന്ന് കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ച് അവർ ഉന്നതങ്ങളിൽ എത്തും എന്നുള്ള പ്രത്യേകത കൂടി വരന്തരപ്പള്ളിക്കുണ്ട്. ബ്രാഞ്ച് ഇന്നിവിടെ തുടങ്ങുമ്പോൾ നമുക്കറിയാം, കൂടുതലായിട്ട് ഈ സമൂഹം ആഗ്രഹിക്കുന്നതും ഒരു കൂടുതൽ നന്മ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ ഷോപ്പിലൂടെ കൂടുതൽ നന്മ പ്രവർത്തനം ഉണ്ടാകുവാനും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒരു സ്നേഹത്തിൻ്റെ, ഒരു ഐക്യത്തിൻ്റെ, ആ ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ഈ ഷോപ്പിന് സാധിക്കട്ടെ. ഒപ്പം തന്നെ ജിൻസൺ ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും ഒപ്പം തന്നെ ഫാമിലിക്കും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയും ചെയ്യുന്നു.
ഗോൾഡ് ലോൺ, മണി ട്രാൻസ്ഫർ, പാൻ കാർഡ് സർവീസ്, ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ എന്നീ സേവനങ്ങളാണ് ജിൻഡക്കിൽ നിന്നും ലഭ്യമാകുന്നത്. കല്ലേറ്റുങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ചാലക്കുടിയിലും ബ്രാഞ്ചുണ്ട്. സ്വർണ്ണപ്പണയത്തിന് ഉടൻ പണം, കുറഞ്ഞ പലിശയിൽ. ജിൻഡക് ഫിനാൻസ്, തട്ടാൻതൊടി ബിൽഡിംഗ്, നന്ദിപുലം റോഡ്, വരന്തരപ്പള്ളി. ഫോൺ 9946482228. മൂർക്കനാട് സെന്റ് ആന്റണീസ് പള്ളിയുടെ അമ്പു പെരുന്നാൾ പ്രദക്ഷിണം തടയാൻ ശ്രമിച്ച കടന്നുപോകുന്നത് സമീപത്തെ ശിവക്ഷേത്ര ഭൂമിയിലൂടെയാണെന്ന് ആരോപിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയെ ഉപദ്രവിച്ചുവെന്ന കേസിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെയും കോടതി കുറ്റവിമുക്തരാക്കി. 2014 ഏപ്രിൽ 26-ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി KP ഹരിദാസിനെ സംഭവസ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അന്നത്തെ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി PA വർഗീസ്, SI ആയിരുന്ന MJ ജിജോ, അന്നത്തെ കൊടുങ്ങല്ലൂർ CI ആയിരുന്ന KJ പീറ്റർ എന്നിവർ ചേർന്ന് ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ചു എന്ന കേസിൽ 3 ഉദ്യോഗസ്ഥരെയും ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റവിമുക്തരാക്കിയത്. സംഭവത്തിന് ശേഷം ഇരിഞ്ഞാലക്കുട SI ആയിരുന്ന MJ ജിജോയുടെ അതിരപ്പള്ളിയിലെ വീട് ആക്രമിച്ച് ബൈക്ക് കത്തിച്ചിരുന്നു. ഡിവൈഎസ്പി PA വർഗീസിന്റെ വീട് ആക്രമിക്കുമെന്ന് ഭീഷണി ഉയർന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കു വേണ്ടി ജോബി A പുളിക്കൻ, KM മൈഥിലി എന്നിവർ കോടതിയിൽ ഹാജരായി. മെയ് 19-ന് ഞായറാഴ്ച നടത്തുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നൊരുക്കമായി ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയങ്കണത്തിൽ ദിവ്യകാരുണ്യ എക്സിബിഷൻ ആരംഭിച്ചു. ഹൊസൂർ രൂപതാ മെത്രാൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊളോലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽമാരായ മോൺ ജോസ് മാളിയേക്കൽ, മോൺ വിൻസെന്റ് ഈരത്തറ, കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ, ദിവ്യകാരുണ്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ കൺവീനർ ഫാദർ റിജോയ് പഴയാറ്റിൽ, ജോയിന്റ് കൺവീനർ ലിംസൺ ഊക്കൻ, ഫാദർ ലിജോ കരുത്തി, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട്, ഫാദർ റെനിൽ കാരാത്ര, ഫാദർ ലിജോ കരുത്തി, ബിനോയ്, മനു എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മാസം 26 വരെയുള്ള ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ എക്സിബിഷൻ ഉണ്ടായിരിക്കും. പ്രവേശനം സൗജന്യമാണ്. ആദ്യമേ തന്നെ റെൻലച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീം അംഗങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ എക്സിബിഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ തന്നെ അത് മനോഹരമായിരിക്കുന്നത് നമുക്ക് കാണും. ഉള്ളിൽ ചെല്ലുമ്പോൾ അത് കുറേയും കൂടെ ഭംഗിയായിട്ട് കാണും. അതുവഴി വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറേയും കൂടെ ബോധ്യവും ആഴത്തിലുള്ള വിശ്വാസവും ജനിപ്പിക്കാൻ അത് നമ്മളെ സഹായിക്കും. ആദ്യമേ തന്നെ ഇത് തയ്യാറാക്കിയ റെൻലച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 19-ാം തീയതി യൂക്കറിസ്റ്റിക് കോൺഗ്രസ് അതിനൊരുക്കമായിട്ടുള്ള ദിനങ്ങളാണ്. ഞായറാഴ്ച നമ്മൾ പതാക ദിനമായിട്ട് ആചരിച്ചു. SSLC പരീക്ഷ വിജയിച്ചവർക്കായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ദിശ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്ലാസ് മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപകൻ TJ ബേബി ക്ലാസ് നയിച്ചു. EH സഹീർ, KV ഷാജു, റഷീദ് ഏറത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതി വയ്ക്കുക. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അഡ്മിഷൻ പ്രോസസ് കഴിയുന്നവരെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത 2 കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതാണ്. അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ്. വീണ്ടും പറയാൻ കാരണം അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പല കുട്ടികളും ഇതൊക്കെ കഴിഞ്ഞ് പേര് ഇത് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച മുപ്പട്ട് ഗുരുതി നടക്കും. രാവിലെ 10:30-നാണ് ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9961244328. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. 3 ദിവസങ്ങൾക്കു ശേഷമാണ് സ്വർണ്ണവിലയിൽ വർധനവ്. ചൊവ്വാഴ്ച 320 രൂപ കുറഞ്ഞു. ബുധനാഴ്ച 320 രൂപ ഉയർന്നു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 53,720 രൂപയാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 400 രൂപ കുറഞ്ഞിരുന്നു. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 40 രൂപ ഉയർന്നു. 6,715 രൂപയാണ് വില. മെയ് 19ഓടുകൂടി കാലവർഷം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നു. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ നിന്ന് വിദർഭയിലേക്ക് മറ്റൊരു ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്.
ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 19 അതിശക്തമായ മഴയ്ക്കും മെയ് 15 മുതൽ 19 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം. അവസരജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആമ്പല്ലൂരിലെ ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ധനകാര്യ സ്ഥാപനത്തിലേക്ക് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. മാനേജർ തസ്തികയിലേക്കാണ് ആദ്യം ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. യോഗ്യതാ ബിരുദമാണ് പറഞ്ഞിരിക്കുന്നത്. NBFC സ്ഥാപനത്തിൽ ജോലി ചെയ്ത മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വേക്കൻസി വരുന്നത് അക്കൗണ്ടന്റ് തസ്തികയിലാണ്. BCom ബിരുദമാണ് അടിസ്ഥാന യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത്. കുറി അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത ഒരു തസ്തിക ഫീൽഡ് വർക്കർ അല്ലെങ്കിൽ കളക്ഷൻ ഏജൻസ് ആണ്. മുൻ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് പരിഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യാനാണ് അറിയിച്ചിരിക്കുന്നത്. നമ്പറുകൾ പറയാം. 9249735208 എന്ന നമ്പറിലോ 8921304180 എന്ന നമ്പറിലോ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യാനാണ് അറിയിച്ചിരിക്കുന്നത്. ഫീൽഡ് ഓഫീസറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആമ്പല്ലൂരിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് ഫീൽഡ് ഓഫീസറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. വനിതകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതൊരു ഫുൾ ടൈം ജോലിയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാസം ശമ്പളമായി 15,000 രൂപ മുതൽ 25,000 രൂപ വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു. 0480299654. മൊബൈൽ നമ്പർ 9645396870. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി. ടൂറിസം വകുപ്പിന് കീഴിൽ തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2024-25 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകളിലേക്കും 5 ദിവസത്തെ ഹ്രസ്വകാല കോഴ്സുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഹ്രസ്വകാല കോഴ്സായ ഫുഡ് പ്രിസർവേഷൻ ആൻഡ് കറി പൗഡർ മസാല മേക്കിംഗ് കോഴ്സ് മെയ് 27 ആരംഭിക്കുന്നത്. ഈ കോഴ്സിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മാസം 31 വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു. 0487-238-4253. മൊബൈൽ നമ്പർ 9447610223. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലി ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തൊഴിൽ പദ്ധതികളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അതുവഴി സംരംഭകരാകാനും അവസരമൊരുക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഒരു ശില്പശാല വരുന്നുണ്ട്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ട്രെയിനിംഗ് ഹാളിൽ നടത്തുന്ന ശില്പശാലയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 0487-233-1016 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. കോടന്നൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. 5 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പ്രായപരിധി 30 വയസ്സിനും 50 വയസ്സിനും മധ്യേ. പ്രതിമാസ ശമ്പളമായി 20,000 രൂപയാണ് അറിയിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. 9249520415. അക്കൗണ്ടന്റ് കം സെയിൽസ്മാൻ, മെക്കാനിക് തുടങ്ങിയ തസ്തികകളിൽ ഒഴിവുകളുണ്ട്. ഗൃഹോപകരണ സ്ഥാപനത്തിലേക്കാണ് ഈ തസ്തികകളിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടന്റ് കം സെയിൽസ്മാൻ അതുപോലെ തന്നെ മെക്കാനിക് എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത്. ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. 7907-434021. ഇത്രയുമാണ് ഇന്നത്തെ അവസരജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ.
റിട്ടയർഡ് അധ്യാപകൻ മൂന്നുമുറി ഊട്ടോളി വീട്ടിൽ മാധവൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക രമണിയാണ് ഭാര്യ. അനിൽകുമാർ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SI സുനിൽ കുമാർ, സജിൽ കുമാർ എന്നിവർ മക്കളും. സീമ, ദീപ, രജനി എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പോന്നൂര് പാലത്തിങ്കൽ ജോണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകുന്നേരം 4-ന് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ജെയിംസ്, മേജോ എന്നിവർ മക്കളും. ടീന, വിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെയും മാനിനെയും കൊന്നു. ഒരാഴ്ചക്കിടെ 3-ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത്. കള്ളായിയിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം. 3 കൃഷിയിടങ്ങളിലായി 600ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പറപ്പൂക്കര പള്ളിയിലെ വിശുദ്ധ ലോനാമുത്തപ്പന്റെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. തിരുനാൾ വ്യാഴാഴ്ച. കല്ലൂർ ആലേങ്ങാട് കിണറ്റിൽ വീണ് 2 കാട്ടുപന്നികൾ ചത്തു. മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് 2 പന്നികൾ വീണത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.